ചോദിച്ചാൽ പാടില്ല. അല്ല നിങ്ങളൊരു ഇൻട്രൊഡക്ഷൻ മലയാളികളുടെ കാര്യങ്ങൾക്ക് പറയും. ബാക്കി ബജറ്റ് അവതരിപ്പിക്കുന്നവരെ ഞാൻ വായിച്ചോളാം. ഇതെന്താന്ന് ആൾക്കാർ പറഞ്ഞു. തെന്നല പഞ്ചായത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന 14 നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുന്നോടിയായി അടുത്ത 5 വർഷക്കാലം ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങളുടെ ഒരു പ്രകടന പത്രിക ഇന്ന് വൈകുന്നേരം 6:30 മണിക്ക് തെന്നല അറക്കലങ്ങാടിയിൽ വെച്ച് പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ പ്രകാശനം ചെയ്യുകയുണ്ടായി. കഴിഞ്ഞ 5 വർഷക്കാലം അതിനു മുമ്പും തെന്നലയിൽ ഭരണം നടത്തിയിട്ടുള്ള UDFും മുസ്ലിം ലീഗും കഴിഞ്ഞ കാലങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളും ഒരു പ്രാദേശിക ഭരണകൂടം എന്ന നിലക്ക് തെന്നലയുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച ഇനിയും ഉണ്ടാവേണ്ടതുണ്ട്. ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് പുതിയ തലമുറക്ക് ഉതകുന്ന തരത്തിലുള്ള വികസനപരമായ മാറ്റങ്ങൾ നമ്മുടെ നാടിൽ നടപ്പിലാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങളുടെ പത്രികയാണ് നിങ്ങളുടെ മുമ്പാകെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഐക്യജനാധിപത്യ മുന്നണി നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നത്. തീർച്ചയായിട്ടും തെന്നല പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. തെന്നല പഞ്ചായത്തിലെ അടുത്ത 14-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗും കോൺഗ്രസും ഒറ്റക്കെട്ടായി ഒരുമയോട് കൂടിയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തെന്നലയിലെ 17 വാർഡും 2 ബ്ലോക്ക് സീറ്റുകളും വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുക തന്നെ ചെയ്യുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് നമുക്ക് എല്ലാവരും ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് ഒരു പ്രതിപക്ഷമില്ലാത്ത പഞ്ചായത്തായി തെന്നല പഞ്ചായത്ത് മാറാൻ പോവുകയാണ് എന്നുള്ളത്. ഇവിടെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തെന്നലയിലെ CPM എന്ന പാർട്ടി അപ്രസക്തമാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പലയിടങ്ങളിലും CPMൻ്റെ ഉന്നതരായ നേതാക്കന്മാർ CPMൽ നിന്നും രാജിവെച്ച് INLൽ ചേരുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പം നിലവിലുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രബലരായ ആളുകളൊക്കെ മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് തെന്നലുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പ്രവർത്തനവും അതുപോലെ തന്നെ വളരെ ഐക്യത്തോട് കൂടിയിട്ട് കോൺഗ്രസിലെയും ലീഗിൻ്റെയും പ്രവർത്തകന്മാർ വളരെ ഐക്യത്തോടു കൂടി പ്രവർത്തനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഇവിടെ വിശദീകരിക്കും. തെന്നലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കഴിഞ്ഞ ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും മുസ്ലിം ലീഗിൻ്റെയും നേതൃത്വത്തിലുള്ള ഭരണസമിതികൾ തെന്നലയുടെ സമഗ്രമായ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതികളാണ് ഇതുവരെ നടപ്പാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഫലമായി നമുക്കറിയാം, അടിസ്ഥാന വികസന സൗകര്യങ്ങളുടെ കാര്യത്തിൽ തെന്നല സ്വയം പര്യാപ്തത ഇതിനകം തന്നെ കൈവരിച്ചിട്ടുണ്ട്. കുടിവെള്ളത്തിൻ്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ
100% കുടിവെള്ളം എല്ലാവർക്കും എത്തിക്കാൻ കഴിഞ്ഞത് വളരെയധികം ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഇവിടെ ഓർക്കുന്നത്. നമുക്കറിയാം, തെന്നലയെ സംബന്ധിച്ചോളം 7000-ഓളം വീടുകളാണ് തെന്നലയിലുള്ളത്. അതിൽ നമ്മുടെ മൾട്ടി GP ജലനിധി പദ്ധതിയിലേക്ക് 4000 ആളുകൾ അപേക്ഷ നൽകി. യഥാസമയത്ത് ഈ 4000 ആളുകൾക്കും കണക്ഷൻ കൊടുക്കാൻ സാധിച്ചു എന്നത് വളരെ വലിയ ഒരു നേട്ടമായിട്ടാണ് വിലയിരുത്തുന്നത്. ഇനിയും നമുക്കറിയാം, പുതിയ ആവശ്യക്കാർ വരുന്ന മുറക്ക് അവരെയും കൂടി കഴിയുന്നതും പെട്ടെന്ന് ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി 50 ലക്ഷം രൂപ ഈ 2020-21 സാമ്പത്തിക വർഷം ജൽജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് കഴിഞ്ഞ ഭരണസമിതി പടിയിറങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്രാമീണ റോഡുകളുടെ വികസനത്തിൻ്റെ കാര്യത്തിൽ പഞ്ചായത്തിൻ്റെ റോഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള 100% റോഡുകളും ഒന്നുകിൽ ടാർ ചെയ്ത് നല്ല നിലവാരത്തിലാക്കാനോ അതല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത് നല്ല നിലവാരത്തിലാക്കാനോ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞു എന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു നേട്ടമാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, തെന്നലയെ പ്രകാശപൂരിതമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, പ്രിയങ്കരനായ മുൻ MLA PK അബ്ദുൾ റബ്ബ് സാഹിബിൻ്റെ, പ്രിയങ്കരനായ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, നമ്മുടെ ഇപ്പോഴത്തെ നിയോജക മണ്ഡലം MLA PK അബ്ദുൾ റബ്ബ് സാഹിബിൻ്റെ ശ്രമഫലമായി ഇവിടെ സ്ട്രീറ്റ് ലൈറ്റുകളായാലും അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതിയായാലും അതുപോലെ നമ്മുടെ പൂക്കിപ്പറമ്പ് അറക്കൽ ഒഴൂർ റോഡ് BN&BC പ്രവൃത്തിയായാലും അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള എല്ലാ അടിസ്ഥാന വികസന സൗകര്യങ്ങളും, പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, അതുപോലെ തന്നെ നമ്മുടെ ആയുർവേദ ഡിസ്പെൻസറി പോലെയുള്ള നല്ല നിലവാരത്തിലുള്ള ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഫണ്ട് അനുവദിച്ചുകൊണ്ട് നമുക്ക് നല്ല നിലവാരത്തിലുള്ള ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിന് വേണ്ടി സാധിച്ചു എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ തെന്നലയെ സംബന്ധിച്ചിടത്തോളം തരിശുരഹിത പഞ്ചായത്താക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ പരിപൂർണതയിൽ എത്തിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് വാളക്കുളം പാടശേഖരമായാലും അതുപോലെ തന്നെ മറക്കപ്പാടം പാടശേഖരമായാലും തെന്നല പാടശേഖരമായാലും ഒക്കെ 100% തരിശുരഹിത പഞ്ചായത്താക്കി മാറ്റാൻ കഴിഞ്ഞ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. തുടർന്നും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഈ പ്രകടന പത്രികയിൽ കാര്യമായി പറഞ്ഞിട്ടുണ്ട്. അത് വികസനപരമായാലും അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളുമൊക്കെ അടുത്ത 5 വർഷത്തേക്കുള്ള പ്രകടന പത്രികയാണ് ഇവിടെ ഇന്ന് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ പ്രകാശനം ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്കറിയാം, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാർഷിക മേഖലയിൽ വൻ പദ്ധതികളാണ് അടുത്ത 5 വർഷത്തേക്ക് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ വാളക്കുളം പാടശേഖരം നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും നല്ല നിലയിൽ കൃഷി ചെയ്യുന്ന ഒരു പാടശേഖരമാണ് വാളക്കുളം പാടശേഖരം. അത് നെൽകൃഷി എന്നല്ല, എല്ലാവിധ വിളകളും അവിടെ നന്നായി കൃഷി ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ നമുക്കറിയാം, പെരുമ്പുഴയിൽ അവസാനിക്കുന്ന തോടാണ് വാളക്കുളം പാടം തോട്. ഇപ്പോൾ നമുക്കവിടെ നമ്മുടെ വാക്കിക്കയം റെഗുലേറ്റർ വന്നതോടുകൂടി റെഗുലേറ്റർ അവിടെ ഷട്ടർ താഴ്ത്തിയാൽ വാളക്കുളം പാടത്തേക്ക് വെള്ളം ഇരച്ചു കയറി കൃഷി നശിക്കുന്ന ഒരു സംവിധാനം ഇപ്പം നിലവിലുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവിടെ വാളക്കുളം പാടം തോട് അവസാനിക്കുന്ന ഭാഗത്ത് നല്ലൊരു ഷട്ടർ നിർമ്മിച്ചുകൊണ്ട്, റെഗുലേറ്റർ നിർമ്മിച്ചുകൊണ്ട് അത് നിയന്ത്രിക്കുന്നതിനുള്ള പദ്ധതിയാണ് നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത്.
അത് നമ്മുടെ ബഹുമാനപ്പെട്ട MLA-യുടെയും അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെയും ഒക്കെ സംയുക്ത സംരംഭമായി നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ പണി തുടങ്ങാനാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം മറ്റുള്ള ജലസേചന സൗകര്യങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ കൃഷി യോഗ്യമാക്കുന്നതിന് വേണ്ടി ജലസേചന സൗകര്യങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ തോട് നവീകരണം, കനാല് നിർമ്മാണം, അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ കുളങ്ങൾ നവീകരിച്ചുകൊണ്ട് എല്ലാ പാടശേഖരങ്ങളിലും നമുക്ക് ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി 100% കൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ടിയുള്ള വൻ പദ്ധതികളാണ് ഇതിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതുപോലെ നമുക്കറിയാം മോര്യ കാപ്പ് മോഡൽ ജലസേചന പദ്ധതി, നമ്മുടെ മറക്കപ്പാടം കാപ്പ് ജലസേചന പദ്ധതി, നമുക്കറിയാം അതിൻ്റെ AS-ഉം ഒക്കെ ആയിട്ടുണ്ട്, എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ TS ആക്കിക്കൊണ്ട് ആ പ്രവൃത്തി നമുക്ക് വളരെ പെട്ടെന്ന് തുടങ്ങേണ്ടതുണ്ട്. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വളരെ പെട്ടെന്ന് തുടങ്ങുമെന്നാണ് ഇപ്പോൾ പ്രകടനപത്രികയിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, അപ്പോൾ റോഡുകളുടെ കാര്യമായാലും അതുപോലെ തന്നെ മറ്റു കുടിവെള്ളത്തിൻ്റെ കാര്യമായാലും ഒക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. 100% അടിസ്ഥാന വികസന സൗകര്യങ്ങളായിട്ടുണ്ട്. ഇനിയും ആവശ്യമുള്ള മുറക്ക് കഴിയുന്നതും പെട്ടെന്ന് ഇപ്പോൾ പുതിയ റോഡുകൾ വെട്ടി അത് പഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തുന്ന മുറക്ക് തന്നെ ആ റോഡുകൾ ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടി കോൺക്രീറ്റ് ചെയ്യാനോ ടാർ ചെയ്യാനോ ഉള്ള സംവിധാനമുണ്ടാക്കും. അതുപോലെ തന്നെ തെന്നല അപ്പിയത്ത് തീരദേശ റോഡ്, തെന്നല പാടവുമായി ബന്ധപ്പെട്ട തീരദേശ റോഡും തിരുത്തി പെരുമ്പുഴ തീരദേശ പാതകൾ യാഥാർത്ഥ്യമാക്കും. നിലവിൽ വാളക്കുളം തിരുത്തിയിൽ നിന്നും പെരുമ്പയിലേക്ക് ഒരു തീരദേശ പാത ഇപ്പം നിലവിൽ റോഡുണ്ട്, പക്ഷേ ചില പ്രദേശങ്ങളിൽ റോഡ് കണക്ട് ചെയ്യുന്നതിനുള്ള സംവിധാനമായിട്ടില്ല. അത് കണക്ട് ചെയ്തുകൊണ്ട് ഒരു തീരദേശ പാത എന്ന നിലയിൽ തന്നെ പെരുമ്പഴിൽ നിന്നും തിരുത്തിയിലേക്ക് ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങും. അതുപോലെ തന്നെ പൂക്കിപ്പറമ്പ് 16 ബൈപ്പാസ് തടസ്സങ്ങൾ നീക്കി യാഥാർത്ഥ്യമാക്കും. ഇപ്പം നമുക്കറിയാം പൂക്കിപ്പറമ്പ് 16 ബൈപ്പാസുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള പഞ്ചായത്താണ്. സ്വാഭാവികമായും അതിൻ്റെ കെടുതികളും പ്രയാസങ്ങളും കഴിയുന്നതും കുറച്ചു കൊണ്ടുവന്ന് അത് സ്ഥലമായാലും കെട്ടിടങ്ങളായാലും നഷ്ടപ്പെടുന്നവർക്ക് അതിൻ്റെ ഒരു കോമ്പൻസേഷൻ, ഒരു പാക്കേജ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മതിയായ കോമ്പൻസേഷൻ കിട്ടുന്ന രൂപത്തിൽ ആ പദ്ധതിയെ മാറ്റിക്കൊണ്ട് 100% ആളുകളുടെയും സഹകരണത്തോടു കൂടി ഈ ബൈപ്പാസ് പദ്ധതി നടപ്പാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിനു വേണ്ട കാര്യങ്ങൾ അത് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാർഷിക മേഖലകൾ പറഞ്ഞു പൊതുവെ ഇപ്പോൾ ഇതിനകത്ത് സാധാരണക്കാരെ ആളുകളെ ബാധിക്കുന്ന കാർഷിക രംഗം എന്ന് പറയുന്നത്, ആ കാർഷിക മേഖലക്ക് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം വളരെ വ്യക്തമായി തന്നെ നമ്മൾ ഈ പ്രകടന പത്രികയിൽ പ്രതിപാദിക്കുന്നുണ്ട്. എല്ലാ വീടിനും ഒരു കൃഷിത്തോട്ടം എന്നുള്ളൊരു പുതിയ പദ്ധതി, അതുപോലെ തന്നെ യുവ കർഷകർക്ക് പ്രോത്സാഹനം നൽകുക, ഇത്തരത്തിലുള്ള നല്ല മെച്ചപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കാർഷിക മേഖലയെക്കുറിച്ച് നമ്മുടെ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ഹൈസ്കൂള് വിദ്യാർത്ഥികൾ കതിർമണി റൈസ് കൂടുതൽ വിദ്യാലയങ്ങളിലേക്ക് വ്യാപിക്കും. അത് സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളെയും സഹകരിപ്പിക്കുമെന്ന ഒരു
നമുക്കറിയുമ്പോൾ വാളക്കുളം ഹൈസ്കൂളിൽ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ച് അവിടുത്തെ അധ്യാപകരുടെ പഠനത്തെ പോലും ബാധിക്കാത്ത തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. അത് നമ്മൾ മറ്റുള്ള പൊതുവിദ്യാലയങ്ങൾക്കും മറ്റും നമ്മൾ നടപ്പിലാക്കും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതിനകത്തുണ്ട്. പാടശേഖര സമിതികൾ ശക്തിപ്പെടുത്തുക, അതുപോലെ തന്നെ കന്നുകാലികൾ പഞ്ചായത്തിൽ തന്നെ ഇൻഷൂർ ചെയ്യുക, എല്ലാ വീടും ജൈവ പ്ലാന്റുകൾ സ്ഥാപിക്കുക. അങ്ങനെ ഒട്ടനവധി പദ്ധതികൾ നമ്മൾ ഈ കാർഷിക മേഖലയിൽ ഈ പ്രകടന പത്രികയോട് ഉദ്ദേശിക്കുന്നു. അടുത്ത 5 വർഷം നമ്മൾ നടപ്പിലാക്കാൻ പോകുന്ന അത്ര കാര്യങ്ങളിലേക്കാണ്. അതുപോലെ തന്നെ അടിസ്ഥാന മേഖല, റോഡുകൾ നവീകരിക്കുക, ഇടവഴികൾ ജനകീയ സഹായത്തോടെ റോഡുകളാക്കി മാറ്റാനുള്ള അപ്പോൾ അപൂർവം ഇടവഴികളാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ തെന്മല പഞ്ചായത്തിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപൂർവം ഉണ്ടാവും. അതൊക്കെ പിന്നെ പൊതുജന സഹകരണത്തോടെ വികസിപ്പിച്ച് റോഡുകളാക്കി മാറ്റുക. പിന്നെ പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, കൃഷിഭവൻ, വില്ലേജ് എക്സിക്യൂട്ടീവ് ഓഫീസ്, കുടുംബശ്രീ ഓഫീസ് എന്നിവ ഒരു കുടക്കീയിൽ വരുന്ന രീതിയിൽ മേലേക്കോച്ചിൽ ഒരു മിനി സിവിൽ സ്റ്റേഷൻ ഏറ്റവും പറയത്തക്ക ഒരു വലിയൊരു ഇതുള്ളതാണ് ഈ പ്രകടന പത്രിക പറയുന്ന ഒരു കാര്യം. ഒരു മിനി സിവിൽ സ്റ്റേഷൻ നമ്മളെ പഞ്ചായത്തിനോട് അടുത്ത് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളത്. കാരണം ഇപ്പോൾ പല പിന്നെ ആവശ്യങ്ങൾക്കും വരുന്നവർക്ക് ഒരേ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ച് തിരിച്ചു വരാനുള്ള ഒരവസ്ഥ നമ്മൾ അടുത്ത 5 വർഷത്തിനുള്ളിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് അടിസ്ഥാന മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട. അതേപോലെ തന്നെ ആരോഗ്യ മേഖല നമുക്കറിയാം. ആരോഗ്യ മേഖലയിൽ വളരെ അധികം മറ്റു നമുക്ക് തൊട്ടടുത്ത പഞ്ചായത്തുകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ പിന്നെ UDFിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയൊക്കെ ഭരണസമിതികൾ ആരോഗ്യ മേഖലയ്ക്ക് വളരെയധികം പ്രാധാന്യമാണ് കൊടുത്തിട്ടുള്ളത്. അതിപ്പോൾ നമുക്കറിയാം ഈ പിന്നെ ആയുർവേദ ആണെങ്കിലും പിന്നെ അലോപ്പതി ആണെങ്കിലും അതുപോലെ തന്നെ ഹോമിയോപ്പതി ഉൾപ്പെടെയുള്ള നമുക്ക് ആരോഗ്യ രംഗത്ത് വിവിധ സ്ഥലങ്ങളിലായിട്ട് തന്നെ അത്തരം സ്ഥാപനങ്ങൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരമുള്ള കാര്യങ്ങൾ നമ്മൾ അതുപോലെ തന്നെ പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം, സ്വന്തമായി അംഗനവാടികൾക്ക് നമ്മൾ സ്വന്തമായി കെട്ടിടമില്ലാത്ത അംഗനവാടികൾ നമ്മളെ പഞ്ചായത്തിനകത്തുണ്ട്. അപ്പം അത്തരത്തിലുള്ള അംഗനവാടികൾ സ്വന്തം നിലയിൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക, പ്രാഥമികമായ വിദ്യാഭ്യാസ രംഗം കാര്യക്ഷമമാക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ ഊന്നിക്കൊണ്ടാണ് നമ്മൾ ഈ പ്രകടന പത്രിക തയ്യാറാക്കുക. അതുപോലെ തന്നെ യുവജനക്ഷേമം എന്ന് നമുക്കറിയാം. കാരണം ഇന്ന് യുവാക്കളെ സ്റ്റേഡിയങ്ങൾ ഇപ്പോൾ നമുക്കറിയാം പല സ്ഥലങ്ങളിലും പിന്നെ ഇൻഡോർ സ്റ്റേഡിയങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും എന്നാണ് നമ്മൾ 5 വർഷത്തേക്ക് നമ്മൾ കാണുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ കായിക രംഗത്ത് പരിശീലന ക്ലാസുകൾ നൽകുക, അതിൻ്റെ ക്യാമ്പുകൾ ഉണ്ടാക്കുക. അതുപോലെ തന്നെ എല്ലാ വർഷവും നടക്കുന്ന നമ്മുടെ കേരളോത്സവം ഉൾപ്പെടെയുള്ള അത് ഒന്നുകൂടി കാര്യക്ഷമമായി നടത്തുക എന്നുള്ളത്. പിന്നെ വായനശാലകൾ ഉൾപ്പെടെ ക്ലബ്ബുകൾക്ക് പ്രത്യേകം പറയേണ്ട കാര്യമാണ് ക്ലബ്ബുകൾക്ക് കായികോപകരണങ്ങളും പരിശീലനവും ലഭ്യമാക്കുക. നമുക്കറിയാം നമ്മളെ പഞ്ചായത്തിൽ ഒട്ടനവധി ക്ലബ്ബുകളുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മൾ ഒരു കുടക്കീയിൽ കൊണ്ടുവന്ന് അവർക്ക് കായികപരമായ പരിശീലനം ലഭ്യമാക്കുക എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കലാസാഹിത്യ പ്രവർത്തന പ്രോത്സാഹനം നൽകുവാൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക. നമുക്കറിയാം കലാരംഗത്ത് ഇപ്പോൾ കലാരംഗത്ത് ഒട്ടനവധി ആളുകൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് ഉള്ളതാണ്. അപ്പോൾ അവരൊക്കെ നമ്മളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകുക എന്നുള്ളത് ആണ് നമ്മൾ പറയത്തക്ക മറ്റൊരു കാര്യം. അതേമാതിരി പ്രവാസി ക്ഷേമം, പ്രവാസികൾക്ക് തൊഴിൽ പരിശീലനം പരിപാടികൾ ആരംഭിക്കുക, പ്രവാസി കൂട്ടായ്മകൾ പിന്നെ ആനുകൂല്യങ്ങൾക്ക് ഏകീകൃത സംവിധാനം ഏർപ്പെടുത്തുക, പുതിയ പ്രവാസി സംരംഭങ്ങൾ പ്രോത്സാഹനം നൽകുക, ഓൺലൈൻ പ്രവാസി സഭ എന്ന് പറഞ്ഞ ഒരു പുതിയ ഒരു കാരണം നമുക്ക് ഇതിലെടുത്ത് പറയാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
കാരണം പ്രവാസികളാണല്ലോ നമ്മുടെ നാടിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ 5 വർഷത്തേക്ക് നമ്മൾ കാണും. അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണം, കുടുംബശ്രീ വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു പഞ്ചായത്താണ് തെന്നല പഞ്ചായത്ത്. ആ കുടുംബശ്രീ സംവിധാനം ഒന്നും കൂടി ശക്തിപ്പെടുത്തുക, അതിലൂടെ സ്ത്രീ ശാക്തീകരണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ പുതിയ സ്ത്രീ തൊഴിൽ സംരംഭങ്ങൾ, അത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യം. സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ നമുക്കറിയാം, ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷൻ ഇപ്പോൾ നമുക്കറിയാം വളരെ ചെറിയ ചെറിയ കുടുംബങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അവിടെ ഒരു പുരുഷൻ മാത്രം അധ്വാനിച്ചതുകൊണ്ട് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യാത്തൊരവസ്ഥാവിശേഷം ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ സന്നദ്ധ സംഘടനയുടെ സഹായത്തോടെ പുതിയ തൊഴിൽ സംരംഭം സ്ത്രീകൾക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലന ക്ലാസ്സുകൾ, പരിശീലന പരിപാടികൾ നടത്തുക. വിധവകൾക്ക് പെൻഷൻ, വിധവയായ ആളുകൾക്ക് പെൻഷൻ ഇപ്പോഴും നമ്മൾ ധാരാളം കൊടുത്തുകൊണ്ടിരിക്കേണ്ട സംഗതിയാണ്. പിന്നെ വ്യവസായ രംഗത്ത് കുടിൽ വ്യവസായങ്ങൾ ശക്തിപ്പെടുത്തും. ചെറുകിട വ്യവസായ സംരംഭങ്ങൾക്ക് പുരസ്കാരങ്ങൾ, യുവ സംരംഭങ്ങൾക്ക് പ്രോത്സാഹനം. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി വ്യവസായ രംഗത്ത് നമ്മൾ ഇതിൽ കാണിച്ചിട്ടുള്ള കുടിൽ വ്യവസായങ്ങൾ ശക്തിപ്പെടുത്തുക. കുടിൽ വ്യവസായം കാരണം നമുക്ക് അറിയാം, ഇത്തരത്തിലുള്ള പല രാജ്യങ്ങളും ഇന്ന് മുന്നോട്ട് പോകുന്ന ഈ കുടിൽ വ്യവസായ സംരംഭത്തിലൂടെയാണ് രാജ്യത്തിൻ്റെ പല രാജ്യത്തിൻ്റെയും മുന്നോട്ട് പോകാൻ. ചൈന പോലുള്ള അവിടെയൊക്കെ കുടിൽ വ്യവസായങ്ങളാണ് അവർ പിന്നെ അതുകൊണ്ടാണ് അവിടുന്ന് ഒത്തിരി സാധനങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വരുന്നത് വളരെ തുച്ഛമായ റേറ്റിന്. അപ്പം അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ കുടിൽ വ്യവസായങ്ങൾ ശക്തിപ്പെടുത്തി നമ്മൾ പിന്നെ പഞ്ചായത്തിൽ മുന്നോട്ട് പോയാൽ അതിലൂടെ ഒട്ടനവധി ആളുകൾ തൊഴിൽ ലഭ്യമാകുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി അതിനകത്ത് ഉണ്ടാവുകയാണ്. അപ്പോൾ അവിടെ അത് യുവാക്കൾക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും ഒക്കെ അത്തരത്തിലുള്ള ഒരു പിന്നെ കുടിൽ വ്യവസായം ശക്തിപ്പെടുത്തുന്നതോടുകൂടി തൊഴിൽ രംഗത്ത് വളരെയധികം ഒരു പുരോഗതി ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേക കാര്യം. അതുപോലെ തന്നെ കുടിവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പ്രസിഡന്റ് ഇവിടെ പ്രതിപാദിച്ചു, മൾട്ടി GP ബന്ധപ്പെട്ട കാര്യങ്ങളില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ തെന്നല പഞ്ചായത്തിന് അത്തരത്തിലുള്ളൊരു കുടിവെള്ളത്തിൻ്റെ ക്ഷാമം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ബാധിച്ചിരുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇത്തരം ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുമ്പോൾ സാധാരണഗതിയിൽ പല ആളുകളിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു കാര്യമായിരുന്നു ഈ കുടിവെള്ളവുമായി ബന്ധപ്പെട്ടൊരു വിഷയം. ഇന്നും ഒരിക്കലും കേൾക്കാത്തൊരു വിഷയമാണത്. അത്രക്കും നമ്മൾ ആ കുടിവെള്ള ക്ഷാമത്തിൻ്റെ ഒരു പ്രയാസം നമുക്കവിടെ പരിഹരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനിയും അത്തരം എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ആ പ്രയാസം കൂടി നമുക്ക് പിന്നെ ഈ ജലനിധി കൂടുതൽ കാര്യക്ഷമമാക്കുന്നതോടുകൂടി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ അതിൽ മറ്റൊരു കാര്യം പറഞ്ഞിട്ട് മഴവെള്ള സംഭരണി. സ്വാഭാവികമായിട്ടും മഴ എല്ലാ വർഷവും നമുക്ക് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തൊക്കെ ധാരാളം ലഭിക്കുന്നതാണ്. പക്ഷേ ഈ മഴവെള്ള സംഭരണി ഉണ്ടാവുന്നതോടുകൂടി സത്യത്തിൽ അവരവരുടെ വീടുകളിൽ തന്നെ അവർക്ക് വേണ്ട വെള്ളം സംഭരിക്കാനും നല്ലൊരു പരിധിവരെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതി സംരക്ഷണം, പരിസ്ഥിതി പ്രദേശങ്ങൾ സംരക്ഷിക്കുക. വാളക്കുളം കുളങ്ങര പക്ഷി നിരീക്ഷണ കേന്ദ്രമാക്കുക. പിന്നെ ഗ്രാമീണ പാതകൾക്ക് ഇരുവശവും സ്ഥലപരിമിതികൾക്കനുസരിച്ച് തണൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് സംരക്ഷിക്കുക. പരിസ്ഥിതി സംരക്ഷണം വളരെ ഒരു അനുഗ്രഹീതമായ ഒരു സംഗതിയാണ് നമ്മളെ പിന്നെ നാടിനെ സംബന്ധിച്ചിടത്തോളം. കാരണം നമുക്കറിയാം ഇന്ന് പരിസ്ഥിതിയുടെ പിന്നെ അഭാവങ്ങൾ ധാരാളമായിട്ട് നമ്മളെ നാടിനെ ബാധിക്കുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ ഈ കുടിവെള്ള ക്ഷാമത്തിനും മറ്റുമൊക്കെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതോടുകൂടി അത്തരത്തിലുള്ള പ്രയാസങ്ങൾ പോലും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. വയോജന ക്ഷേമം, വയോജനങ്ങൾക്ക് വിവിധ സഹായ പദ്ധതികൾ നടപ്പിലാക്കുക. അതുപോലെ തന്നെ വയോജന ക്ഷേമം ഉറപ്പുവരുത്തുക. അതായത് നമ്മൾ പ്രായം ചെന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ പ്രയാസങ്ങളും മറ്റുമൊക്കെ മനസ്സിലാക്കി അവർക്ക് വേണ്ട സഹായങ്ങളും മറ്റുമൊക്കെ
ഏത് രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ആലോചിച്ച് ചെയ്യാവുന്ന ഒരു കാര്യങ്ങളാണ്. അതിനു വേണ്ടിയുള്ള കർമ്മ പദ്ധതികൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഭവന നിർമ്മാണം സർക്കാർ നിയന്ത്രണം നീക്കുന്ന മുറയ്ക്ക് പുതിയ ഭവന നിർമ്മാണ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുക. അവിടെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്. സർക്കാർ നിയന്ത്രണം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ 5 വർഷക്കാലം ഇതിന് മുന്നേ ഈ വർഷം എത്ര 14 വീടാണ് നമുക്ക് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ തെന്നല പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചത്. അതിൻ്റെ പ്രധാന ഒരു കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പിന്നെ ഇവർക്ക് റേഷൻ കാർഡ് വേണമെന്ന്. അതല്ലെങ്കിൽ പിന്നെ വീട് ഉണ്ടെങ്കിലല്ലേ റേഷൻ കാർഡ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ വീടുണ്ടെങ്കിൽ നമ്പർ കിട്ടുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള പ്രയാസങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രയാസങ്ങൾ നീക്കി സർക്കാർ മുന്നോട്ട് വന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ ഭവന നിർമ്മാണ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ സാധിക്കും. പട്ടികജാതി കോളനികൾ ആധുനിക രീതിയിൽ നവീകരിക്കുക. പട്ടികജാതി വിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക. പൊതുശ്മശാനം ആധുനിക രീതിയിൽ നവീകരിക്കുക. അപ്പം ഇതിനകത്ത് പറയുന്ന പൊതുശ്മശാനം ആധുനിക രീതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ പൊതുശ്മശാനവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പൊതുശ്മശാനത്തിന് വേണ്ട ആധുനികമായ രീതിയിൽ വേണം. ശ്മശാന ഭൂമികൾ നമുക്ക് പെരുമണ്ണ പഞ്ചായത്തിനകത്താണ് നമുക്ക് പെരുമണ്ണ പഞ്ചായത്തിന്റെ പൊതുശ്മശാനത്തിൽ നമ്മളെ തെന്നല അതുപോലെ തന്നെ ഒഴൂർ പഞ്ചായത്തിന്റെ കരിങ്കപ്പാറ തുടങ്ങിയ പ്രദേശത്തുള്ള ആളുകൾ കൂടി അവർക്ക് കൂടി അത് ഉപയോഗിക്കാനുള്ള കരാറ് പെരുമണ്ണ പഞ്ചായത്തായിട്ട് നമ്മുടെ തെന്നല പഞ്ചായത്ത് നിലവിലുണ്ട്. ആ കരാർ പ്രകാരമാണ് ഇപ്പം നമ്മൾ ആ പൊതുശ്മശാനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല അത് പിന്നെ അതോടുകൂടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആധുനിക രീതിയിലുള്ള പിന്നെ ഈ ഇത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക. കാരണം പല പഞ്ചായത്തുകളിലും അങ്ങനെ ഉണ്ട്. ഈ ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ 5 വർഷം പഞ്ചായത്ത് ഭരണസമിതികൾ നോക്കുകുത്തിയായി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായത്. അത് നമ്മൾ മനസ്സിലാക്കണം. തെന്നല പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 400ഓളം അപേക്ഷകൾ ഇതിനകം ഭവന നിർമ്മാണ പദ്ധതിയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഈ സർക്കാരിൻ്റെ അനാവശ്യമായ മാനദണ്ഡങ്ങൾ കൊണ്ട് കേവലം 14 ആളുകൾക്ക് മാത്രമാണ് നമുക്ക് ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് വെക്കാൻ കഴിഞ്ഞത്. അത് ഇപ്പോൾ നമുക്കറിയാം, ഇത് ഒരു വലിയ പരാജയമാണ്. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു വലിയ പരാജയമായിട്ടാണ് അതിനെ കാണുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കൂട്ടുകുടുംബ വ്യവസ്ഥയിലാണ് കുടുംബങ്ങൾ ജീവിക്കുന്നത്. അവർ ഒരു വാപ്പയും ഉമ്മയും അവർക്ക് 3 or 4 മക്കളുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ഈ മക്കൾക്ക് ഒരു കുടുംബം എന്ന പരിഗണന അവിടെ ലഭിക്കുന്നില്ല. കാരണം ഒരു റേഷൻ കാർഡിന് ഒരു വീട് എന്നതാണ് ഈ ലൈഫിൻ്റെ മാനദണ്ഡത്തിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മലപ്പുറം ജില്ല പോലുള്ള കൂട്ടുകുടുംബമായി ജീവിക്കുന്ന വളരെ പ്രയാസപ്പെട്ട് കഴിയുന്ന കുടുംബങ്ങൾക്ക് പോലും വീട് വെക്കാനുള്ള സഹായം ലഭ്യമാകുന്നില്ല എന്നാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. ഇവിടെ നമ്മുടെ വിമർശകർ പറയുന്നത് തെന്നല പഞ്ചായത്ത് പോലെയുള്ള പഞ്ചായത്തുകളിൽ വീട് വെച്ച് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അതിൻ്റെ കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അകാരണമായി കൊണ്ടുവന്നിട്ടുള്ള ഈ മാനദണ്ഡങ്ങളാണ്. 400ഓളം അപേക്ഷകൾ കെട്ടിക്കിടക്കുമ്പോഴും നമുക്ക് കേവലം 14 പേർക്ക് മാത്രമേ കഴിഞ്ഞ 5 വർഷം കൊണ്ട് വീട് നിർമ്മിച്ച് നൽകാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നത് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം. നേരെ മറിച്ച് UDFന്റെ ഭരണത്തിൽ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തും അതിന് മുമ്പത്തെ ഭരണസമിതിയുടെ കാലത്തുമെല്ലാം 5 വർഷം കൊണ്ട് ഏകദേശം 300ഓളം ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും ഐക്യജനാധിപത്യ മുന്നണി 99% അധികാരത്തിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു ഭരണത്തിന് കീഴിൽ ഇപ്പോൾ കിടപ്പാടമില്ലാതെ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും വീട് കൊടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ജനകീയ മുന്നണിയുടെ പ്രകടന പത്രികയിൽ അവർ പറയുന്നുണ്ട് ജലനിധിയുടെ മാസവാടക മിനിമം 50 രൂപയാക്കി കുറക്കും എന്നത്. അത് UDFന്റെ പ്രകടന പത്രികയിൽ അതിനെ കുറിച്ചൊന്നും കണ്ടിട്ടില്ല. അല്ല, അത് ഒരു വലിയ തമാശല്ലേ. കാരണം നിലവിലെ ജലനിധിയുമായി ഒരുപാട് ആരോപണങ്ങൾ ആരോപണങ്ങൾ ഞാൻ പറയട്ടെ, ഇതിന് ഞാൻ മറുപടി പറയട്ടെ. അല്ല അത് പറഞ്ഞൊരു കാര്യം, ഇതിലെ ഈ പ്രകടന പത്രികയിലെ
കുടിവെള്ളം എന്ന് പറയുന്ന ഭാഗത്ത് നാലാമതായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ജലജീവൻ പദ്ധതി നടപ്പിലാക്കുക വഴി കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കും. അതിന് മറ്റു കാര്യങ്ങൾ അതിൻ്റെ ഇടതുപക്ഷം പറഞ്ഞ ആ ഒരു 60 രൂപ നടത്താൻ പറ്റോ ഇല്ല എന്നുള്ളത് പ്രസിഡന്റ് ഇവിടെ. അല്ലാതെ ഞാൻ പറയട്ടെ, അതായത് ഇപ്പൊ ഈ മൾട്ടി GP ജലനിധി എന്ന് പറയുമ്പോൾ തെന്നല, പെരുമണ്ണ, ക്ലാരി, ഉഴൂര് പഞ്ചായത്തുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇതിൽ തെന്നലയും പെരുമണ്ണയും ഭരിക്കുന്നത് UDF ആണ്. പക്ഷെ ഒഴൂര് ഭരിക്കുന്നത് CPM ആണല്ലോ. നിലവിൽ ഈ 3 പഞ്ചായത്തിലും ഒരേ വെള്ളക്കരമാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് CPM ഭരിക്കുന്ന ഒഴൂർ പഞ്ചായത്തിൽ കുറച്ച് വാങ്ങുന്നില്ല എന്ന് വളരെ വിനയത്തോടു കൂടി ചോദിക്കുകയാണ്. അതായത് ഇതിനൊരു SLACയുടെ കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ട്. SLACയുടെ കോർഡിനേഷൻ കമ്മിറ്റി എന്ന് പറയുമ്പോൾ പെരുമണ്ണ, അതുപോലെ തന്നെ തെന്നല, ഒഴൂര് ഗ്രാമപഞ്ചായത്തുകളിലെ ജലനിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ കോർഡിനേഷൻ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. ഈ കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ഈ വെള്ളക്കരം മാസം മിനിമം ചാർജ് 100 രൂപ വാങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ 100 രൂപ വാങ്ങുന്നത് CPM ഭരിക്കുന്ന ഒഴൂർ പഞ്ചായത്തിലും ഇപ്പം നിലവിൽ 100 രൂപയാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് ഇവർക്ക് പറയാമായിരുന്നു, നോക്കൂ, CPM ഭരിക്കുന്ന ഒഴൂർ പഞ്ചായത്തിൽ 50 രൂപയാണ്, അതല്ലെങ്കിൽ 60 രൂപയാണ് വാങ്ങുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ തെന്നലയിലും പെരുമണ്ണ, ക്ലാരിയിലും 50 രൂപ അല്ലെങ്കിൽ 60 രൂപ വാങ്ങുമെന്ന് അവർക്ക് പറയാമായിരുന്നു. പക്ഷേ CPM 5 വർഷമായി CPM ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒഴൂര് ഗ്രാമപഞ്ചായത്തിലും ഈ 100 രൂപയാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, 100 രൂപ വാങ്ങിയാൽ പോലും ഒരു കണക്ഷന് വാട്ടർ അതോറിറ്റിക്ക് അടക്കേണ്ട തുക 60 രൂപയാണ്. ബാക്കിയുള്ള 40 രൂപ കൊണ്ടാണ് ഈ SLACയുടെ ഈ മെയിൻ്റനൻസ് പ്രവർത്തനങ്ങളും അവരുടെ സ്റ്റാഫിനുള്ള ശമ്പളം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൽ വളരെ നല്ല നിലയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. കാരണം ഏറ്റവും ചുരുങ്ങിയ വെള്ളക്കരം വാങ്ങിക്കൊണ്ട് ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുമെന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഇതൊക്കെ ഉൾപ്പെടുന്നതാണ്. ഈ മുക്കിപ്പറമ്പ് 16 ബൈപ്പാസ് റോഡുമായി ബന്ധപ്പെട്ടിട്ട് 2 മുന്നണികളും അത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് യാഥാർത്ഥ്യമാകും എന്നുള്ള രീതിയിൽ തന്നെ തന്ത്രിയിലെ ജനങ്ങൾക്ക് വിശ്വസിക്കാവുന്നതാണോ? തീർച്ചയായിട്ടും അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കെടുതികൾ, പ്രയാസങ്ങൾ ഏറ്റവും കുറച്ചുകൊണ്ട് 100% ആളുകളെയും, അതായത് സ്ഥലവും അതുപോലെ തന്നെ കെട്ടിടങ്ങളും നഷ്ടപ്പെടുന്ന 100% ആളുകളെയും ഇതിൽ സഹകരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഐക്യജനാധിപത്യ മുന്നണി ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, വളരെ പ്രയാസപ്പെട്ട് 4 സെൻറ്റ് 5 സെൻറ്റ് ഈ മുക്കിപ്പറമ്പ് അറക്കൽ ഒഴൂർ റോഡിൻ്റെ ഓരത്തുള്ള ആളുകൾക്കാണ് ഇതിൽ ഏറ്റവും വലിയ പ്രയാസം അനുഭവപ്പെടുക. അവരെ സംബന്ധിച്ചോളം അവർക്കൊരു തുണ്ട് ഭൂമി പോലും വേറെ ഈ ഭൂമിയിലില്ല. അങ്ങനത്തെ 4-5 കേസുകളുണ്ട്. അവരെ നമ്മൾ അവഗണിക്കാൻ പാടില്ല. അപ്പോൾ അവർക്ക് മാക്സിമം കോമ്പൻസേഷൻ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കൂടി അത് ഈ ഒരു പാക്കേജിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ പുനരധിവസിച്ചു കൊണ്ടുള്ള റോഡ് വികസനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രകടന പത്രിക എല്ലാ തെന്നല പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലേക്കും UDFൻ്റെ പ്രവർത്തകന്മാരെത്തിക്കും. തീർച്ചയായിട്ടും UDFൻ്റെ ഒരു വിജയം, 17 വാർഡിൽ നല്ല ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ഒരു വിജയം UDFന് ഉണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസം നമുക്ക് എല്ലാവരും ഉള്ളത്. അടുത്ത ഇതേ ദിവസം, ഇന്ന് ബുധനാഴ്ചയാണ്, അടുത്ത ബുധനാഴ്ച ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അന്ന് ഒരു പത്രസമ്മേളനം ഉണ്ടാവും. ആ പത്രസമ്മേളനം ഞങ്ങൾ വിളിക്കുന്നത് തെന്നല പഞ്ചായത്തിലെ 17 സീറ്റും 2 ബ്ലോക്ക് സീറ്റും ഒരു ജില്ലാ പഞ്ചായത്ത് സീറ്റും നേടി എന്നുള്ള വാർത്ത ഞങ്ങൾ മുന്നിലെത്തിക്കാനാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വീക്ഷിച്ച് നിങ്ങൾക്ക് നന്ദി. ഓക്കെ.